ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു ഇനം മാവിനെ പരിചയപ്പെടാം. ഇന്ത്യൻ മാമ്പഴക്കൂട്ടത്തിൽ രാജാവ് എന്നറിയപ്പെടുന്ന അൽഫോൺസോ. മഹാരാഷ്ട്രയിലെ രത്നഗിരി, ദേവ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫ്രഞ്ചുകാരാണ് ഈ മാങ്ങ ആദ്യമായി കൊണ്ടുവന്ന് കൃഷി ചെയ്തത്. കേരളത്തിൽ പാലക്കാട്, മുതലമടയിൽ ഇത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂർ ജില്ല, കോഴിക്കോടൊക്കെ തീരദേശങ്ങളിലെല്ലാം ഒരുവിധം നന്നായി തന്നെ വളരുന്നുണ്ട് ഈ അൽഫോൺസോ മാവ്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന മാങ്ങയാണ് ഈ അൽഫോൺസോ. കാരണം അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് നന്നായിട്ട്. നന്നായി മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 2 ആഴ്ചയൊക്കെ കേടാവാതിരിക്കും സാധാരണ ടെമ്പറേച്ചറിൽ. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ ഒരു മുഴുവനായ ഒരു മഞ്ഞ കളറായിരിക്കും. പിന്നെ ഇതിന് അധികം വെയിറ്റ് ഉണ്ടാവില്ല. ഒരു 200-250 ഗ്രാം, ആവറേജ് ഒരു 250 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നമ്മളെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനം തന്നെയാണ് ഈ അൽഫോൺസോ. ഇതിൻ്റെ തൈകൾ വാങ്ങുമ്പം മാറിപ്പോകാതിരിക്കാൻ ഒരു അടയാളമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇലയുടെ അറ്റം ഇങ്ങനെ ഒരു തിരിച്ച പോലെ ഉണ്ടാവും. ഇലയുടെ അറ്റം സ്ട്രെയിറ്റായിട്ട് നിൽക്കില്ല, ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് പിടിച്ച് തിരിച്ച പോലുള്ള ഒരു ഷേപ്പാണ്. അതാണ് അതിൻ്റെ അടയാളം. ഈ മാങ്ങേൻ്റെ ഉൾവശം നല്ല ഒരു ഓറഞ്ച് കളറായിരിക്കും. പിന്നെ നാരില്ലാത്ത പ്രകൃതം, നല്ല മധുരവും, പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പ്രത്യേക ഒരു സുഗന്ധവും, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, ബായ്.